നേരം ചെയ്യൂ. ചങ്ങാതി അള്ള തന്നതിലൊക്കെ ബറക്കത്ത് കിട്ടാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് ലൊഹർ നിസ്കരിച്ചപ്പോഴത്തേക്ക് പവർ പോയാ കൂടണ്ടേ പവർ? ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാന്റെ റസൂല് പറയുന്നു, അറുബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിലാണോ 4 കാര്യങ്ങൾ ഉള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു ബറക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു 4 കാര്യം പറഞ്ഞു തരാം, വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കൂലേ? 2 എണ്ണം ആണുങ്ങളും 2 എണ്ണം പെണ്ണുങ്ങളും. നോക്കൂ, ഇത് എന്തിങ്ങനെ കഴിക്കണം, നോക്കൂടെ? 1, ചിരിക്കരുത്. ഇത് പറയുമ്പോ താത്തമാർക്കൊക്കെ ചിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിൽ 4 സാധനങ്ങളുണ്ടോ അവന്റെ വീട്ടിൽ അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് അറിയോ? മട്ടൻ അടിക്കാൻ മാത്രമല്ലേ അറിയൂ. ആരുടെ വീട്ടിലാണോ ആടുള്ളത്, TV ഉള്ളതല്ല, ആട്, ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വളർത്താനൊക്കെ ഇത്തിരി കഷ്ടപ്പാടാ, ഇത്തിരി ബുദ്ധിമുട്ടാ. ഉസ്താദെ കുളിപ്പിക്കണം, കഴുകണം, വൃത്തിയാക്കണം, ആഹാരം കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റൂല, സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീട്ടിൽ ആടുണ്ടോ അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുന്ന, വീട്ടിൽ ആടുള്ള ഏതെങ്കിലും ഒരു താത്ത ഉണ്ടോ? ഒന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാ 3-4 എണ്ണം ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ആരുമില്ല, ബർക്കത്തിനെങ്കിലും അൽഹംദുലില്ലാ, അല്ലാഹു ചെയ്യുമാറാകട്ടെ. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുണ്ടെങ്കിൽ കോഴി, ഇറച്ചിക്കോഴി തിന്നാൻ, മട്ടൻ തിന്നാമല്ല, കോഴി തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ. കോഴിയെ വീട്ടിൽ വളർത്തണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വളർത്തലൊക്കെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ കോഴിയെ വളർത്തിയാൽ കിട്ടുന്ന പ്രതിഫലം അറിയാവോ? വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ഉള്ള പ്രതിഫലം അറിയാവോ? ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോ തെങ്ങിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ചു നിൽക്കാം. ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ, കൊള്ളാം. അടുത്ത വർഷം തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റും, കണ്ണേറ്. ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അതോടുകൂടി തീർന്ന്. കണ്ണേറും പ്രാക്കും ശാപവും ഒക്കെ ഇതൊക്കെ ഉള്ളതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ കോഴിയുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്ത് കോഴിയുടെ കണ്ണിൽ ഒന്ന് തറപ്പിച്ച് നോക്കണം. ചുമ്മാതിരിക്കുമ്പോ കോഴിയുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ണുരുട്ടിയിട്ട് നോക്കണം. കോഴി നിന്നെ നോക്കി പേടിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീറൊന്നും പരിക്കൂല എന്ന്, കോഴി തടയുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിങ്ങനെ ഓടി നടക്കുക, അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക. ഉസ്താദെ പ്രാക്കും കണ്ണീറും ശാപം സിഹിർ മണ്ണാങ്കട്ടൊക്കെ ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക, അവിടെ ഇവിടെയൊക്കെ ജ്യോതിശാലയങ്ങളിലും അവിടെ ഇവിടെയൊക്കെ. ഓടേണ്ട പെങ്ങളെ, വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നോക്ക്. എന്റെ ഉമ്മയാണെങ്കിൽ ഞാൻ ഈ വഴുതു പറയാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കണ്ണീറും പ്രാക്കൊക്കെ. അന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഉമ്മ ഏതോ ഉസ്താന്റെ അടുക്ക പോയപ്പം പറഞ്ഞു, മോൻ ഒരുപാട് പ്രാക്കൊക്കെ ഉണ്ട്, മാറാന് ഒരു കോഴിയെ തലയിൽ ചുറ്റിയിട്ട് വിട്ടാൽ മതി 41 ദിവസം. ഉമ്മ എന്നെ കാണുമ്പോ എപ്പോഴും ഇത് പറയും. എനിക്കാണെങ്കിൽ ഇതിൽ വിശ്വാസവും ഇല്ല. അവസാനം ഉമ്മച്ചിയല്ലേ പറയണ കേട്ടിട്ട് തല വെച്ച് കൊടുത്തു, ഒരു കോഴിയെ പിടിച്ച് തലയിൽ ചുറ്റിയിട്ട് വിട്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇതിന്റെ ഇറച്ചി നിങ്ങൾ ആരും കഴിക്കരുത്, ഇതിന് ഭക്ഷണം കൊടുക്കണം, കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഉമ്മ ഇങ്ങനെ അരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. 12 ദിവസം കഴിഞ്ഞപ്പോ കോഴിയുടെ സ്വഭാവം അങ്ങ് മാറി. നാട്ടിലുള്ളവരെയൊക്കെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പട്ടി ഉള്ളതുപോലെ വീട്ടിൽ കോഴി അവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. അവസാനം നാട്ടുകാരെല്ലാം കൂടെ അതിനെ എറിയാൻ തുടങ്ങി. എല്ലാരും ഓടിച്ചിട്ട് കൊത്തുക. അവസാനം പിന്നെ പിടിച്ച് കെട്ടിയിട്ട് 21 ദിവസം ആയപ്പോഴത്തേക്ക് അതങ്ങ് എവിടെ ചത്തുപോയി. പ്രാക്ക് കൊണ്ട് അതങ്ങ് എത്തുപോയി. അങ്ങനെ അവസ്ഥയായിപ്പോയി. ഞാനിത് പറഞ്ഞത് കോഴിയെ തലയിൽ ചുറ്റി വിടണമെന്നല്ല, ഇനി അങ്ങനെ ഒരു മസല പറഞ്ഞെന്ന് പറഞ്ഞ് ചുറ്റി വിടരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ കോഴിയെ വളർത്തിയ ഉപദ്രവങ്ങൾ, ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവില്ല. ശൈത്താൻ ഇഷ്ടമില്ലാത്ത ജീവിയാ കോഴി. ശൈത്താൻ ഇഷ്ടമല്ല കോഴിയെ. കാരണം എന്താപ്പാ? എന്തുകൊണ്ടാ? സുബൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചുറങ്ങുമ്പോ കോഴിയിട്ട് ഒരൊറ്റ കൂവല, എഴുന്നേക്കട പള്ളിപ്പെടാന്ന്. നമ്മളൊക്കെ സുഖിച്ചുറങ്ങാം. ശൈത്താൻ വന്നിട്ട് ഉറങ്ങുമ്പോൾ ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോ കോഴി നമ്മളെ വിളിച്ചുണർത്തും. അതുകൊണ്ട് ശൈത്താന് കോഴി ഇഷ്ടമല്ല. വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ശൈത്താന്റെ ഷെറുകൾ ഉണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോ ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ വിചാരിക്കും ഈ ചങ്ങാതി എന്താണ് ആടും കോഴിയൊക്കെ പറയണത്, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പറയണ്ടേ?
രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം. ഇനി 2 കാര്യം താത്താമാർക്കുള്ളതാണ്. ഇങ്ങോട്ട് നോക്കി, ഇനി 2 കാര്യം താത്താമാർക്കുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തങ്ങളെത്തി കഴിഞ്ഞ് ഇനിയിപ്പോ പ്രസംഗത്തിന് പ്രസക്തിയൊന്നുമില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് 10 മിനിറ്റ്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇനി 2 കാര്യം പെങ്ങന്മാർക്കുള്ളതാണ്. ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലെന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അറിയായിരുന്നു? ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് ആട്ടണ. പണ്ട് പട്ടിണിയും പരിവട്ടമായിട്ട് നിനക്ക് ഒരു ചുരിദാർ മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കഴുകി ഉണക്കി അത് തന്നെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു കാലുണ്ടായിരുന്നു നിനക്കൊക്കെ. അന്ന് ഈ ഫർദയൊന്നും ഇല്ലായിരുന്നില്ല. അന്ന് ഉമ്മച്ചിയോട് പറയും, ഉമ്മ എനിക്ക് ദോശ തിന്നണം, അപ്പം തിന്നണം. പാവം പോയി ഇരുന്നിട്ട് പച്ചരിയൊക്കെ വാരി വെള്ളത്തിലിട്ടിട്ട് ആട്ടിയൊക്കെ ഉണ്ടാക്കി തന്നൊരു കാലമുണ്ട്. ഇന്ന് നിന്റെ മോള് പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. താത്താമാര് പറയും, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഉസ്താദേ, അതിന്റെ പാട് നമുക്കല്ലേ അറിയുന്നു. എന്റെ പൊന്നുമോളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറമ്പിലിറങ്ങി, എവിടോ കിടപ്പുണ്ട്, കഴുകി ശുദ്ധിയാക്കി വീട്ടിനകത്ത് കയറ്റി ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4, ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഗ്യാസ് വന്നതോടുകൂടി കറിച്ചട്ടിയൊക്കെ പോയില്ലേ? ഇവിടെ വീട്ടിലൊക്കെ ചട്ടിയുണ്ടോ? പേരിനെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച്? വലിയ കാര്യങ്ങളൊന്നുമല്ല. അള്ളാന്റെ റസൂൽ എല്ലാം പഠിപ്പിച്ചില്ല. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ്. വന്ന വഴി മറന്നു പോകരുത്. എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഉമ്മയും ഉപ്പയും പട്ടിണി ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം. ഒരു വസ്ത്രം അത് കഴുകിയിട്ട് ഉണങ്ങാതെ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നീ സ്കൂളിൽ പോയിരുന്ന കാലം നീ ഓർക്കണം. ഒരു പേനയിൽ മഷി തീർന്നാൽ അതിന്റെ ലീഫില്ലറിനകത്ത് ഊതി നീ ഉരച്ച് എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോ എല്ലാം പോയില്ലേ പെങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പെരുന്നാളിന് വസ്ത്രം വാങ്ങാനല്ല പോണ്ടത്. പെരുന്നാളാണ് വസ്ത്രമല്ല വാങ്ങേണ്ടത്. നേരെ പയ്യന്നൂര് ചന്തയിൽ പോയിട്ട് ചട്ടിക്കലൊക്കെ വേടി ബർക്കത്തിറങ്ങും. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന ആദ്യം ഇതൊക്കെ ചെയ്യും. ആടും കോഴിയൊക്കെ വീടിനകത്ത് കയറ്റും, ബർക്കത്തൊക്കെ ഇറങ്ങും. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്,